ഈ അധ്യയന വർഷം പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഒരു പുതിയ പദ്ധതിക്ക് കൂടി തുറക്കമിടുകയാണ്. കുട്ടികളുടെ സാഹിത്യോത്സവം. പൊതുവിദ്യാലയങ്ങളിലെ കുട്ടികൾ പ്രസിദ്ധീകരിച്ച പുസ്തകങ്ങളുടെ പ്രദർശനം സംഘടിപ്പിക്കുമെന്ന് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു. 1ാം ക്ലാസ്സുകാരുടെ ഡയറി കുറിപ്പുകൾ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എഡിറ്റ് ചെയ്ത് കുരുന്നെഴുത്തുകൾ എന്ന പേരിൽ ഒരു പുസ്തകമാക്കി പ്രസിദ്ധീകരിച്ചിരുന്നു. ഈ സമയത്താണ് കുഞ്ഞുങ്ങളുടെ സംസ്ഥാനതല പുസ്തകോത്സവം സംഘടിപ്പിക്കണമെന്ന ചിന്ത ഉണ്ടായത്. അത് വിപുലമാക്കി കുട്ടികളുടെ സാഹിത്യോത്സവം എന്ന വലിയ പരിപാടിയാക്കി ആവിഷ്കരിച്ചിരിക്കുകയാണ്. പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഭാഗമായ സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷണൽ ടെക്നോളജിയാണ് അക്ഷരക്കൂട്ട് എന്ന പേരിൽ സാഹിത്യോത്സവം സംഘടിപ്പിക്കുന്നത്. അക്ഷരക്കൂട്ട് കുട്ടികൾ രചിച്ച പുസ്തകങ്ങളുടെ പ്രദർശനത്തിന് പുറമെ കുട്ടികൾക്കുള്ള സാഹിത്യ ശില്പശാലയും ഇതിൻ്റെ ഭാഗമായി നടക്കും. ഈ മാസം 18-19 തീയതികളിലാണ് പരിപാടി. തിരുവനന്തപുരം കനകക്കുന്ന് കൊട്ടാരം ഓഡിറ്റോറിയം, ജവഹർ ബാലഭവൻ, മൺവിള ACSTA എന്നിവിടങ്ങളിലാണ് വേദികൾ. സാഹിത്യരചനയിൽ തൽപരരായ വിദ്യാർത്ഥികളെ പ്രോത്സാഹിപ്പിക്കുവാനും നിശാബോധം നൽകുവാനും ലക്ഷ്യമിട്ടാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. സാഹിത്യോത്സവത്തിൻ്റെ ഭാഗമായി ഇനി പറയുന്ന പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. പൊതുവിദ്യാലയങ്ങളിലെ കുട്ടികൾ എഴുതി പ്രസിദ്ധീകരിച്ചിട്ടുള്ള പുസ്തകങ്ങളുടെ പ്രദർശനം, കുട്ടി എഴുത്തുകാർക്കായി സാഹിത്യരചനാ ശില്പശാലകൾ, ബാലസാഹിത്യ കൃതികളുടെ പ്രദർശനം, മലയാളത്തിലെ പ്രമുഖ എഴുത്തുകാരുമായി സംവാദം, പുസ്തക പ്രകാശനവും കലാപരിപാടികളും, കുട്ടി എഴുത്തുകാർക്കുള്ള പ്രോത്സാഹന സമ്മാന വിതരണം. പുസ്തകങ്ങൾ രചിച്ച 140ഓളം വിദ്യാർത്ഥികൾ മുഴുവൻ സമയം പങ്കാളികളാവും. അവർക്ക് സൗജന്യ താമസ സൗകര്യമടക്കമുള്ള എല്ലാ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഓരോ ജില്ലയിൽ നിന്നും കുട്ടികൾക്കൊപ്പം 2 അധ്യാപകർ ഉണ്ടാവും. പുസ്തകരചന നടത്തിയിട്ടില്ലെങ്കിലും സാഹിത്യ തൽപരരായ മറ്റു കുട്ടികൾക്കും സാഹിത്യോത്സവത്തിൽ പങ്കാളിയാകാനും വിവിധ സെക്ഷനുകളിൽ ഇരിക്കുവാൻ അവസരമുണ്ട്. ഇവർക്ക് മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഇതിനായി പ്രത്യേക പോർട്ടൽ അക്ഷരക്കൂട്ട്.in തയ്യാറാക്കുന്നു. തിങ്കളാഴ്ച പോർട്ടൽ സജ്ജമാകും. അതിലെ ലിങ്കിലൂടെ രജിസ്റ്റർ ചെയ്യാം. സെപ്റ്റംബർ മാസം 18-ന് കനകക്കുന്നിൽ നേരിട്ടെത്തിയും രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഇതിനായി 5 പ്രത്യേക കൗണ്ടറുകൾ ഉണ്ടാവും. നിലവിൽ LP വിഭാഗത്തിൽ നിന്ന് 24 കുട്ടികൾ പങ്കെടുക്കും. 2ാം ക്ലാസ്സിൽ നിന്ന് 6 പേരും 3ാം ക്ലാസ്സിൽ നിന്ന് 8 പേരും 4ാം ക്ലാസ്സിൽ നിന്ന് 10 പേരുമാണ് പങ്കെടുക്കുന്നത്. ആദ്യമായിട്ടാണ് നമ്മുടെ കേരളത്തിൽ അങ്ങനെ നടക്കുന്നത്. UP വിഭാഗത്തിൽ നിന്ന് ആകെ 32 കുട്ടികളാണ്. 5ാം ക്ലാസ്സിൽ നിന്ന് 10 പേരും 6ാം ക്ലാസ്സിൽ നിന്ന് 9 പേരും 6ാം ക്ലാസ്സിൽ നിന്ന് 9 പേരും 7ാം ക്ലാസ്സിൽ നിന്ന് 13 പേരും പങ്കെടുക്കും. ഹൈസ്കൂൾ വിഭാഗത്തിൽ നിന്ന് ആകെ 49 കുട്ടികൾ പങ്കെടുക്കും. 8ാം ക്ലാസ്സിൽ നിന്ന് 18 പേർ 9ാം ക്ലാസ്സിൽ നിന്ന് 18 പേർ 6ാം ക്ലാസ്സിൽ 13 പേരും പങ്കെടുക്കും. ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ നിന്ന് ആകെ 29 കുട്ടികൾ. അതിൽ +1-ൽ നിന്നും 10 പേരും +2-വിൽ നിന്നും 19 പേരും പങ്കെടുക്കും. ആകെ 137 വിദ്യാർത്ഥികളുടെ പുസ്തകങ്ങൾ. ചില വിദ്യാർത്ഥികൾ ഒന്നിലധികം പുസ്തകങ്ങളുമുണ്ട്. പ്രൈമറി സെക്കൻഡറി വിഭാഗങ്ങൾക്ക് പ്രത്യേക സംവാദ ഇടങ്ങൾ ഒരുക്കിയിരിക്കുന്നു. എല്ലാ പുസ്തകങ്ങളും എഴുത്തുകാരായ അധ്യാപകർ വായിച്ച അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കുട്ടികൾ ഗ്രൂപ്പുകളായി തിരിഞ്ഞ് മെൻറ്റർ ടീച്ചർമാരുടെ സാന്നിധ്യത്തിൽ ഈ പുസ്തകങ്ങൾ ചർച്ച ചെയ്യും. മറ്റൊരു സാഹിത്യോത്സവത്തിലും കാണാത്ത പ്രത്യേകതയാണ്. ആ പുസ്തകങ്ങളുടെ വിശകലനം പൊതുവേദിയിൽ എഴുത്തുകാരായ അധ്യാപകർ അവതരിപ്പിക്കും. മൺമളയിലുള്ള അഗ്രികൾച്ചറൽ കോപ്പറേറ്റീവ് സ്റ്റാഫ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് കുട്ടികളുടെ താമസ സൗകര്യം ഏർപ്പെടുത്തിയിരിക്കുന്നത്. രാവിലെ 10 മണി മുതൽ 6 മണി വരെ പ്രദർശനമുണ്ടാകും. ജില്ലയിലെ വിവിധ സ്കൂളുകളിൽ നിന്നുള്ള കുട്ടികൾ, അധ്യാപകർ, പൊതുജനങ്ങൾ എന്നിവർ പ്രദർശനം കാണാവുന്നതാണ്. പ്രദർശനം എവിടെയാണ്? കനകക്കുന്ന്. എല്ലാ നിയമസഭാ സാമാജികരെയും പ്രദർശനം കാണാൻ ക്ഷണിക്കും. മലയാള സാഹിത്യ ചരിത്രം, കഥകൾ ഉണ്ടാക്കുന്നത്, കവിഞ്ഞൊഴുകുന്ന കവിത, എൻ്റെ ഭാഷ നിങ്ങളുടെയും, സർഗസല്ലാപങ്ങൾ, പുസ്തക വിശകലനം, എഴുത്തും ശാസ്ത്രബോധവും തുടങ്ങിയ സെക്ഷനാണ് ഉണ്ടാവുക. കുട്ടികളുടെ പുസ്തകങ്ങൾ പ്രകാശനം ചെയ്യാൻ പ്രത്യേക വേദി ഉണ്ടാവും. ഇത് സാധാരണഗതിയിൽ
കേരളത്തിലെ വലിയ മാധ്യമങ്ങൾ നടത്തുന്ന പുസ്തകോത്സവത്തിന് തുല്യമായിട്ടുള്ള ഒരു ഉത്സവമാണ് നടത്തുന്നത്.